ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയും സുധീഷും ഹണിമൂണിന് പോകാനായി പ്ലാൻ ചെയ്യുകയാണ്. കിളിക്കൂട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഹണിമൂണിന് പോകാമെന്നാണ് നിധിയുടെ തീരുമാനം. ഇതറിഞ്ഞ് എതിർക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി ഓഫീസിലേക്ക് പോയതിനു ശേഷം സുധീഷ് സുഭാഷിനോട് പറയുന്നു, സുഭാഷ് ഏട്ടാ, നിധി ഓഫീസിൽ നിന്നും വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഹണിമൂണിന് പോകാന്ന് പറയും. നിങ്ങൾ ആരും അതിന് സമ്മതിക്കരുത്. അപ്പൊ സുഭാഷ് പറയണ, എടാ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മാത്രം പോകേണ്ട കാര്യമല്ലേ, അതിന് നമ്മൾ എല്ലാവരും കൂടി എന്തിനാ പോകുന്നത്? അപ്പൊ നികേഷ് പറയണ, എന്നെ വിളിച്ചാ ഞാൻ വരാമെന്ന് പറയും. എന്ന് വിളിച്ച സുധീഷ് നികേഷിനെ അടിക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ അവനെ എന്തിനാ അടിക്കുന്നത്, അവൻ പാവമല്ലേ? അപ്പൊ സുധീഷ് പറയണ, പാവമൊക്കെ, പക്ഷെ ഹണിമൂണിന് ഞങ്ങളുടെ കൂടെ വരുന്നത് പറഞ്ഞാൽ ഞാൻ ഇവനെ തല്ലും. സുഭാഷ് ഏട്ടാ, ഞാൻ നികേഷിനെ വിശ്വസിക്കും, പക്ഷെ സുഭാഷേട്ടനെ വിശ്വസിക്കില്ല. അതെന്താണ് നിനക്ക് വിശ്വാസം ഇല്ലാത്തതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടനെ കുറിച്ച് എനിക്ക് അറിയാത്തതല്ലോ. നിധി വിഷമത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും വരാം, മോള് വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും വരുമെന്ന് കണ്ണു നിറഞ്ഞു പറയും. ഒന്ന് ബദറി സുഭാഷ് പറയണ, എടാ വേറെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഹണിമൂൺ എങ്ങനെയാടാ ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നത്? നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ചുമ്മാ സുഭാഷേട്ടനെ ഓരോന്ന് പറയല്ലേ. ഇത് കേട്ട് സുധീഷ് പറയണ, അതേടാ നിങ്ങളൊക്കെ ചേട്ടാനിയന്മാരല്ലേ, ഞാൻ വേറെ ഒരുത്തനല്ലേ, ഏതോ ഒരുത്തൻ. നികേഷ് പറയണ, സുധീഷ് ഏട്ടാ സുഭാഷേട്ടന്റെ കല്യാണം പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സുധീഷേട്ടനിപ്പം കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോകുന്നതിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ സുധീഷ് പറയണ, എടാ സുഭാഷേട്ടന്റെ കല്യാണം നടക്കും, കുറച്ച് താമസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. സുഭാഷ് ഏട്ടാ, നിധി വീട്ടിലേക്ക് വന്നാലുടനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നതല്ലേ സന്തോഷം, നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ച് സന്തോഷമായിട്ട് പോയിട്ട് വരാന്നൊക്കെ പറയും. നോക്ക്, അവള് പറയുന്നൊന്നും സുഭാഷേട്ടൻ കേൾക്കരുത്, പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞേക്കണം. പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നോ, പറയാടാ. അപ്പൊ സുധീഷ് പറയണേ, എങ്കിൽ പിന്നെ സത്യം ചെയ്യും. അപ്പം സുഭാഷ് ചോദിക്കണേ, എന്താടാ ഇത്? അപ്പൊ സുധീഷ് പറയുന്നോ, സുഭാഷേട്ടൻ സത്യം ചെയ്താലേ എനിക്ക് വിശ്വാസം വരും. ഇത് കേട്ട് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത് കൊടുത്തുകൊണ്ട് സുഭാഷ് പറയുന്നു, സത്യമായിട്ടും ഞാൻ വരത്തില്ല എന്ന് പറയാം. അപ്പൊ സുധീഷ് പറയണേ, എടാ നികേഷ്, നീയും സത്യം ചെയ്ത് തരണം. അപ്പൊ നികേഷ് പറയണ, കുറച്ച് ചിലവാകും. എന്താടാ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ശരി, ഒരു 500 രൂപ സത്യം ചെയ്തു തരാം. നിനക്ക് എന്തിനാടാ കാശെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടനോട് കാശ് ചോദിച്ചാൽ ഉടനെ തരുമോ? അപ്പൊ സുധീഷ് പറയണ, 500 രൂപ. അങ്ങനെ സുധീഷ് 500 രൂപ എടുത്ത് നികേഷിന്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറയുന്നു, നീ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കാം. അപ്പൊ നികേഷ് പറയണ, എനിക്ക് കാശ് എന്നാ ശരി, ഇനി ഹരീഷ് ഏട്ടനുണ്ടല്ലോ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയണ, അവൻ ഡീസന്റാ, അവൻ ഇങ്ങനെ കൂടെ വരാമെന്നൊന്നും പറയില്ല. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, എടാ അപ്പൊ ഞാൻ ഡീസന്റ് അല്ലേ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, ഹരീഷ് കുറച്ച് സ്ട്രോങ് ആ. സുഭാഷ് ഏട്ടന്റെ ഇളകുന്ന മനസ്സല്ലേ, ആരെങ്കിലും വിഷമത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ആലോചിക്കാതെ ശരിയെന്ന് പറയും സുഭാഷ് ഏട്ടൻ. അതുകൊണ്ട് സുഭാഷ് ഏട്ടനെ കൊണ്ട് സത്യം ചെയ്ത് ലോക്ക് ചെയ്യിപ്പിച്ച്. ഈ സമയം പാട്ടും പാടി ഭാസ്കരനകത്തേക്ക് കയറി വരുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ഇയാളോട് പറയണ്ടേ? അപ്പൊ സുധീഷ് പറയണ, അത് ശരിയാണല്ലോ, ഇയാള് വില്ലനാ. അങ്ങനെ ഭാസ്കരനെ തടഞ്ഞു നിർത്തി സുധീഷ് പറയുന്നു, അതെ ഞാനും നിധിയും ഇന്ന് രാത്രി ഹണിമൂണിന് പോകും. അപ്പൊ ഭാസ്കരൻ പറയണ, നല്ല കാര്യമാണല്ലോ, പോയിട്ട് വാ, അതിനിപ്പോ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാന്നാ പറയുന്നത്. ഭാസ്കരൻ ചോദിക്കുന്ന, എവിടെ ഹണിമൂണിനോ? ആ കുട്ടിക്ക് എന്ത് പ്രശ്നമുള്ളേ? അപ്പൊ സുധീഷ് പറയണ, അവള് പറയുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതാ സന്തോഷമെന്നാ. സുഭാഷേട്ടനോടും നികേഷിനോടും എല്ലാം സംസാരിച്ചു, അവരെല്ലാവരും വരത്തില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അവള് നിങ്ങളുടെ അടുത്ത് വന്ന് ഹണിമൂണിന് പോകാൻ വരാൻ പറയുമ്പോൾ തലയാട്ടിയാൽ പിന്നെ എന്റെ സ്വഭാവം മാറും. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, എടാ നിങ്ങൾ ഹണിമൂണിന് പോകുന്നതിന് ഞാൻ എന്തിനാ വരുന്നത്? എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നോൺസെൻസ്. അങ്ങനെ ഭാസ്കരനകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, എടാ നികേഷ്, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഒന്ന് പോ സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് നിധി വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഹാളിലിരിക്കുന്ന നികേഷിന്റെ ഹരീഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിധി വന്ന് ഹണിമൂണിന് പോകാൻ വിളിച്ചാൽ സ്ട്രോങ് ആയിട്ട് പറ്റില്ല എന്ന് പറയണം. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ ഞങ്ങൾ വരുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പൊ സുധീഷ് പറയണ, ഞാൻ പറയുന്നൊന്നും അവള് കേൾക്കത്തില്ല. ഈ സമയം നിധി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ പറയുന്നു, മോളെ മോക്ക് ഞാൻ വട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചു, ഇനി മോക്കുള്ളതാ. താങ്ക് യു എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ഭാസ്കരന്റെ കയ്യിൽ നിന്നും വടയും വാങ്ങിച്ച് അകത്തേക്ക് പോവുകയാണ് നിധി. അകത്തേക്ക് കയറി വന്ന നിധി വട കഴിക്കെന്ന് പറഞ്ഞ് നികേഷിന്റെ കയ്യിലേക്ക് ആ വട കൊടുക്കുകയാണ്. നികേഷ് സന്തോഷത്തോടു കൂടി അത് വാങ്ങുമ്പോൾ സുഭാഷ് അവിടേക്ക് വരികയാണ്. നിധി ചോദിക്കുന്നു, എന്തുപറ്റി എല്ലാവർക്കും ഹാളിൽ തന്നെ ഇരിക്കുന്നു? അപ്പൊ സുധീഷ് പറയണ, നിധി സംസാരിച്ചെടുക്കാൻ സമയമില്ല, നീ പോയി പാക്ക് ചെയ്യാൻ നോക്ക്, ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഓക്കെ ആണോ നോക്ക്, എങ്കിൽ പിന്നെ അത് പാക്ക് ചെയ്ത് ഉടനെ തന്നെ ഹണിമൂണിന് പോകാം. എവിടെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണേ, എവിടെയെന്നോ? നിധി ഹണിമൂണിന് ഇപ്പോഴേ പോകണമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എന്താ നീ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നേ, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ, നീ ശരിയെന്ന് പറഞ്ഞതാണല്ലോ. അപ്പൊ നിധി പറയണ, അതെ പറഞ്ഞായിരുന്നു, ഉടനെ പോയി പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനാ? സുധീഷ് ചോദിക്കുന്നു, അവസാന നിമിഷം വരെ പാക്ക് ചെയ്യാതിരിക്കാനാണോ? ഇപ്പൊ എടുത്തു വെക്കാൻ തുടങ്ങിയാലേ പോകാൻ സമയമാകുമ്പോൾ ശരിയാകൂ. അപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷ് നിധി ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ടയേർഡാ, ഒന്ന് ഫ്രഷ് ആയിട്ട് സാവധാനം റെഡി ആവട്ടെ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഒന്ന് മിണ്ടാ നിൽക്ക്, ഞാൻ നോക്കിക്കോളാം. എന്താ സുധീഷ് ഇത്ര
ധൃതിന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച സുധീഷ് പറയണ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പാക്ക് ചെയ്യാൻ സമയം എടുക്കുമല്ലോ, അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ നിധി പറയുന്നു ശരി ഓക്കെ, നിങ്ങൾ എല്ലാവരും പാക്ക് ചെയ്തോ. ഇത് കിട്ടി സുധീഷ് എല്ലാവരെയും നോക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും ടെൻഷനോടുകൂടി കുരുങ്ങി നിൽക്കുകയാണ്. നികേഷ് നീ പാക്ക് ചെയ്തോന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കണ ഞാൻ എന്തിനാ ഏട്ടത്തി വരുന്നേ. നികേഷിന്റെ തോളിലേക്ക് കൈവച്ച് സുധീഷ് ചോദിക്കണ നമ്മൾ ഹണിമൂണിന് പോകുന്നതിന് ഇവൻ എന്തിനാ പാക്ക് ചെയ്യുന്നേ. അപ്പൊ നിധി പറയണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാന്ന്. അപ്പൊ സുഭാഷ് ചോദിക്കുന്ന മോളെ നിധി ഹണിമൂണിന് എല്ലാവരും കൂടി പോകുന്നത് എങ്ങനെ ശരിയാകും, നിങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വാ. അപ്പൊ നിധി പറയണ ഇല്ല സുഭാഷ് ഏട്ടാ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. അപ്പൊ ഹരീഷ് പറയണ അതൊന്നും ശരിയാകില്ല ഏട്ടത്തി, നിങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നതാ നല്ലത്. അപ്പൊ നികേഷ് പറയണ അതെ ഏട്ടത്തി, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും ടൂർ പോകാം. ഇത് കേട്ട് നിധിയുടെ മുഖം വാടുമ്പോൾ അരികിലേക്ക് വന്ന് സുധീഷ് പതിയെ പറയുന്നു നിധി എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ പ്രൈവസി കിട്ടില്ല. അപ്പൊ നിധി പറയണ അങ്ങനെയല്ല സുധീഷ്, ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഒരു ട്രിപ്പ് പോകുന്നതല്ലേ സുധീഷ് നല്ലത്. അപ്പൊ സുധീഷ് പറയണ ഇതൊക്കെയല്ലേ എന്നും ഇവിടെ നടക്കുന്നത്, ഇനി അവിടെ ചെന്നും അത് വേണോ. അപ്പൊ നിധി പറയണ സുധീഷ് ഒന്ന് ചുമ്മാതിരിക്കുക, സുഭാഷ് ഏട്ടാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം പ്ലീസ് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ അതല്ല മോളെ. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു എടാ പറയടാ. ഹരീഷ് പറയണ ഏട്ടത്തി എല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാ, നിങ്ങള് തനിച്ച് പോയിട്ട് വാ, ഇവിടെ എനിക്ക് കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് നികേഷിനോട് പറയുന്നു എടാ നീയും പറയടാ മിണ്ടാൻ നിൽക്കല്ലേ. അപ്പൊ നികേഷ് പറയണ ഏട്ടത്തി എനിക്കും കോളേജ് ഉണ്ട്. അപ്പൊ നിധി പറയണ നീ ഇപ്പം സ്റ്റഡി ലീവിലല്ലേ, നിനക്ക് എന്ത് കോളേജ്. അപ്പൊ നികേഷ് പറയണ അതല്ല ഏട്ടത്തി ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്, ദിവസവും കോളേജിൽ പോണല്ലോ. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്ന മോളെ ഹണിമൂണിന് എന്തിനാ മോളെ എല്ലാവരെയും വിളിക്കുന്നത്. അപ്പൊ നിധി പറയണ അച്ഛനും തുടങ്ങിയോ ഹണിമൂണിന് നിങ്ങൾ എല്ലാവരും അത് തന്നെ പറയണ്ട, നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടും പോയില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോകുന്നത് നല്ലതല്ലേ, എന്തിനാ നിങ്ങളിങ്ങനെ വരില്ല എന്ന് വാശി പിടിക്കുന്നേ. സുധീഷ് മനസ്സിൽ പറയണ ഇപ്പൊ ഹണിമൂൺ എന്ന് പറയില്ലെന്നോ, ഇവളല്ലേ ഹണിമൂണിന് പോണോന്ന് പറഞ്ഞേ, ഇവളെന്താ ഇങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നേ. അങ്ങനെ സുധീഷ് പറയണ നിധി മര്യാദയ്ക്ക് പോയി ഡ്രസ് എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കാൻ നോക്ക്. അപ്പൊ നിധി പറയണ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പൊ സുഭാഷ് പറയണ മോളെ നിധി നീ ഇങ്ങനെ പിടിവാശി പിടിക്കാതെ. അപ്പൊ നിധി പറയണ സുഭാഷ് ഏട്ടാ ഈ സുധീഷിന്റെ കൂടെ തനിച്ചു പോയാൽ ബോറടിക്കും, സംസാരിച്ച് എന്നെ കൊല്ലും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ വന്ന് അവിടെ വരെ പോകാൻ 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ സമയം എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതുവരെ സുധീഷിനോട് സംസാരിച്ച് എന്നെ കൊന്നെടുക്കും, അതൊക്കെ ബോറാണ് സുഭാഷ് ഏട്ടാ. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ സംസാരിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് പോകാലോ. സുധീഷ് വിഷമത്തോടു കൂടി മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഹരീഷ് പതിയെ ചോദിക്കുന്നു നികേഷ് സുധീഷേട്ടൻ എന്താ മുകളിലോട്ട് നോക്കി നിൽക്കുന്നേ. അപ്പൊ നികേഷ് പറയണ ഹരീഷ് ഏട്ടാ സുധീഷേട്ടൻ ബോറടിപ്പിക്കുന്ന ഏട്ടത്തി പറഞ്ഞില്ലേ അതോർത്തിട്ടായിരിക്കും. സുധീഷ് ചോദിക്കുന്നു നിധി എന്റെ കൂടെ വരുന്നത് നിനക്ക് ബോറടിക്കുമെന്നോ, എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് നിധി. അപ്പൊ നിധി പറയണ ഞാൻ ആ അർത്ഥത്തിലല്ല സുധീഷെ പറഞ്ഞത്, എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ നന്നായിരിക്കുമെന്നാ ഞാൻ പറഞ്ഞേ. നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു ഒരു മിനിറ്റ് അകത്തേക്ക് കയറി വാ, വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് നിധിയെ പിടിച്ചു വലിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് സുധീഷ്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുമ്പോൾ നിധിയെ റൂമിലേക്ക് കയറ്റി വാതിലടക്കുകയാണ് സുധീഷ്. എന്താ സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നിധി എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭാര്യയും ഭർത്താവും അല്ലേ ഹണിമൂണിന് പോവുക, സാധാരണ എല്ലാവരും അങ്ങനെയല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കൂടെ വന്നാൽ ബോറടിക്കുമെന്ന് നിധി പറഞ്ഞപ്പോൾ എനിക്ക് നാണക്കേട് തോന്നി നിധി, ഭർത്താവിന്റെ കൂടെ ഹണിമൂണിന് പോകാതെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഒപ്പം ഹണിമൂണിന് പോകുന്നു. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നിധി എന്തിനാ ചിരിക്കുന്നേ. അപ്പൊ നിധി പറയണ ഭർത്താവെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു സുധീഷെ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു ചിരി വരുന്നെന്നോ. നിധി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഹണിമൂണിന് പോകാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, ഇപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, നമുക്കൊരു പ്രൈവസി വേണ്ടേ നിധി. അപ്പൊ നിധി പറയണ സുധീഷെ നമുക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരിക്കുമല്ലോ, വേണമെങ്കിൽ അടുത്തുള്ള റൂമുകൾ എടുക്കണ്ട, അവരുടെ റൂം കുറച്ച് ദൂരെ ആയിക്കോട്ടെ, അപ്പൊ സുധീഷിന് പ്രൈവസി ഉള്ളതായി തോന്നുമല്ലോ. പകൽ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പുറത്തു പോകാം, ചുറ്റിക്കറങ്ങി കാണാം, രാത്രി അവരവരുടെ റൂമിലേക്ക് പോകാം, സുധീഷിന്റെ പ്രൈവസിയെ ബാധിക്കില്ല, പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണേ എന്താ നിധി ഒരു 8 മണിക്കൂർ എന്റെ കൂടെ തനിച്ചു വരാൻ പറ്റില്ലേ. അപ്പൊ നിധി പറയണ അങ്ങനെയല്ല, പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്, നല്ല രസമായിരിക്കും ആ ട്രിപ്പ്. സുധീഷ് ചോദിക്കുന്നു എന്നെ കാണുമ്പോ നിനക്ക് പേടി തോന്നുന്നുണ്ടോ, അതോ ഞാൻ വല്ല ഭൂതമോ പ്രേതോ വല്ലോ ആണോ. അപ്പൊ നിധി പറയണ 8-10 മണിക്കൂറൊന്നും ഞാൻ സുധീഷിന്റെ കൂടെ തനിച്ച് യാത്ര ചെയ്തിട്ടില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ തനിച്ചു വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള ടെൻഷൻ ഉണ്ടോ. അപ്പൊ നിധി പറയണ സുധീഷ് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു, സുധീഷിന് പ്രൈവസി വേണമെന്ന് പറയുന്നു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിന്
അതിന് ഞാനൊരു സൊല്യൂഷൻ സുധീഷിന് പറഞ്ഞു തന്നല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പൊ സുധീഷ് പറയണ, ഇല്ല, ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള പേടിയാ. നിധി, ഞാൻ നിന്റെ ഭർത്താവാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി പറയണ, സുധീഷ് ഇങ്ങനെ ഭർത്താവെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എനിക്ക് ചിരി വരുന്നു. സുധീഷ് പറയുന്നത് കേക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം. അവര് വരുന്നത് കാരണം നമ്മുടെ പ്രൈവസിയെ അഫക്ട് ചെയ്യില്ല. അത് ഞാൻ സുധീഷിന് പ്രോമിസ് ചെയ്തു തരാം. നമുക്ക് തനിച്ച് ഒരുപാട് സ്ഥലത്ത് പോകാം. രാത്രി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ റൂമില്. നമുക്കായിട്ട് ഒരുപാട് സമയം കിട്ടും. ബോറടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെ കൂടെ ഇരിക്കാലോ. അപ്പൊ സുധീഷ് പറയണ, നിധി ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഹണിമൂണ് പോകുന്നതെങ്കിൽ നമുക്ക് ഹണിമൂണ് പോകണ്ട നിധി. ഹണിമൂണിന് പേര് വെച്ചിട്ട് കുടുംബമായിട്ട് പോകുന്നത് ശരിയാകില്ല. അതിലും നല്ലത് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നതാ. ഇത് കേട്ട് നിധി പറയണ, ശരി പോകണ്ട. അപ്പൊ സുധീഷ് പറയണ, ശരിയെന്നോ? അപ്പൊ നിധി പറയണ, അതെ പോകണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഓക്കെയാ. അപ്പൊ സുധീഷ് പറയുന്നു, നിധി സത്യമായിട്ടും നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയണ, സുധീഷ് പ്ലീസ് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം, നന്നായിരിക്കും. സുധീഷിനെ ദേഷ്യമൊന്നും ശരിയാകില്ല. എങ്ങനെയാണെങ്കിലും എന്റെ വഴിക്ക് സുധീഷ് വന്നേ പറ്റൂ. എന്തിനാ ഇപ്പം ആവശ്യമില്ലാതെ ടെൻഷൻ ആകുന്നേ? എല്ലാവരും വരുന്നതിൽ സുധീഷിന് എന്താ പ്രശ്നം? എന്ത് പറഞ്ഞാലും ഞാൻ അതിനെല്ലാം ഒരു സൊല്യൂഷൻ പറയും. പിന്നെന്താ, എനിക്ക് വേണ്ടി സുധീഷ് ഇതുപോലും ചെയ്യില്ലേ? എനിക്ക് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോകണമെന്നുള്ളത് എന്റെ ആഗ്രഹമാ. എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരേണ്ടത് സുധീഷ് അല്ലേ? അതിനുവേണ്ടിയല്ലേ ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ചേ. അപ്പൊ സുധീഷ് പറയണ, എന്റെ ആഗ്രഹങ്ങളും നിധി നടത്തി തരണം. സുധീഷിന്റെ ഷട്ടിൽ പിടിച്ച് പുഞ്ചിരിച്ച് നിധി പറയുന്നു, സുധീഷിന്റെ ആഗ്രഹം അടുത്ത തവണ ഞാൻ നടത്തി തരാം. ഇപ്പൊ എന്റെ ആഗ്രഹം നടത്തിത്താ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. അടുത്ത തവണ നമ്മൾ മാത്രം പോകാം, ഓക്കെ അല്ലേ? പ്ലീസ് സുധീഷ്. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി നീ സത്യം ചെയ്തതാ എന്റെ കൂടെ തനിച്ചൊരു ട്രിപ്പ് വരുമെന്ന? സത്യമായിട്ടും വരാന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ സത്യം ചെയ്തു കൊടുക്കുകയാണ് നിധി. റൂമിന്റെ പുറത്തേക്ക് പോകാനായി തുടങ്ങുന്ന സുധീഷ് തിരിഞ്ഞൊന്ന് ചോദിക്കുന്നു, നിധി ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിനക്ക് എന്റെ കൂടെ തനിച്ചു വരുന്നതിൽ പേടിയൊന്നുമില്ലല്ലോ? ഒന്ന് ആലോചിച്ച് നിധി പറയണ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ല, പേടിയുള്ളത് കൊണ്ടല്ലേ ബോഡി ഗാർഡ്സിനൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടി ഒരുമിച്ച് പോകാം. അങ്ങനെ സുധീഷ് വാതിൽ തുറക്കാനായി പോകുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയുന്നു, താങ്ക് യു സുധീഷ്. താങ്ക്സിനൊന്നും ഒരു കുറവില്ല എന്ന് പറഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് പറയുന്നു, എല്ലാവരും റെഡിയാകും. എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി റൂമിന്റെ വാതിലിന്റെ അരികിലേക്ക് വരികയാണ്. അപ്പൊ സുധീഷ് പറയണ, എല്ലാവരും ഡ്രസ് എല്ലാം എടുത്തു വെച്ച് പാക്ക് ചെയ്യാൻ. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാടാ ഞങ്ങൾ എല്ലാവരും പാക്ക് ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ, എല്ലാവരും കൂടി കുടുംബമായിട്ട് എന്റെ ഹണിമൂണിന് പോകുന്നു, റെഡിയാക്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താടാ ഈ പറയുന്നത്? ഞങ്ങളാരും വരുന്നില്ല. സുധീഷ് ഏട്ടാ ഞങ്ങൾ വരില്ല എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, സുധീഷ് എന്ത് ഈ പറയുന്നേ? എത്ര പിടിച്ചാലും ഞങ്ങൾ വരില്ല. ഭാസ്കരൻ ചോദിക്കണ, എടാ നിനക്ക് എന്താടാ പറ്റിയത്? നിന്റെ നാട്ടുവെല്ലാം പോയിരിക്കുകയാണോ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഹണിമൂണിന് പോകാൻ? അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വന്ന നിധി പറയണ, സുഭാഷ് ഏട്ടാ പ്ലീസ് വാ നമുക്ക് ഒരുമിച്ച് പോകാം. സുഭാഷ് ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങനെ മോളെ വരിക? അത് ശരിയാകില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വാ. ഹരീഷ് ഒന്ന് പറയടാ. അപ്പൊ ഹരീഷ് പറയണ, അതെ ഏട്ടത്തി ഞങ്ങൾ ആരും വരില്ല. ഇത് തന്നെയല്ലേ ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നതാ നല്ലത്. ഇത് കേട്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയണ, എടാ ഞാനല്ലേ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും കേൾക്കില്ലേ? എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഈ ട്രിപ്പ് വരില്ല എന്നാ നിധി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ എല്ലാവരും മറക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. നേരത്തെ സുധീഷ് എന്താ പറഞ്ഞെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഒന്നും രണ്ടെന്ന് പറഞ്ഞു. എന്നെ വെറുതെ വെറുപ്പിക്കണ്ട, ഞാൻ സംസാരിക്കുകയല്ലേ. എടാ പോയി പാക്ക് ചെയ്യ്. സുഭാഷ് ഏട്ടാ പാക്ക് ചെയ്യ്. സുധീഷ് ഏട്ടാ എനിക്ക് ജോലി ഉണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, എന്ത് ജോലിയാ? കടയിൽ പോയിരുന്ന് നിധുവിനോട് സംസാരിക്കുന്നതല്ലേ, അത് പിന്നെ ചെയ്യാം, ഇപ്പൊ പോയി റെഡിയാക. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഇതെന്തെങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നേ? നിധി ചോദിക്കുന്നു, എന്താ മാറ്റി മാറ്റി സംസാരിച്ചേ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി വൈകുന്നേരം വരുമ്പോൾ ഞങ്ങളെ ട്രിപ്പിന് പോകാൻ വിളിക്കും. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സുധീഷ് ഏട്ടൻ സത്യമൊക്കെ ചെയ്യിപ്പിച്ചതാ. ഇപ്പൊ പാക്ക് ചെയ്യാൻ പറയുന്നു, എന്താ ഇത്? അപ്പൊ സുധീഷ് പറയണ, എടാ നികേഷ് അപ്പോഴത്തെ അവസ്ഥയല്ല ഇപ്പോഴ്, പോയി പാക്ക് ചെയ്യടാ, ഞാനല്ലേ പറയുന്നേ. ദേ നോക്ക്, എല്ലാവരും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങളുടെ ഹണിമൂണിന് പോകുന്നത്, ഓക്കെ അല്ലേ? ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. നിധി എന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയണ, ചിരിക്കുന്നത് കണ്ടില്ലേ? ശരി ഞാൻ കാറിന് ഫ്യൂവൽ അടിച്ചിട്ട് വരാം, ഞാൻ വരുമ്പോഴേക്കും എല്ലാവരും റെഡി ആകണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോകും. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സത്യമായിട്ടും പറഞ്ഞത് സുഭാഷ് ഏട്ടാ, ഞാൻ വരുമ്പോ നിങ്ങൾ എല്ലാവരും റെഡി ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. സുഭാഷ് ചോദിക്കുന്നു, എടാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നത് എങ്ങനെ ശരിയാകും? അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾ എല്ലാവരും വന്നാലേ നിധി എന്റെ കൂടെ വരുത്തുള്ളൂന്നാ പറയുന്നത്. ഇനി എനിക്ക് നിധിയോട് പോരാടാൻ വയ്യ, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് റെഡിയാകും. അങ്ങനെ സുധീഷ് കൈകൂപ്പുമ്പോൾ നിധി പറയണ, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് നന്നായിരിക്കും സുഭാഷ് ഏട്ടാ, ഹണിമൂണിന് കുടുംബമായിട്ട് പോകാൻ പാടില്ല എന്ന നിയമം വല്ലതുണ്ടോ? റിസോർട്ടിലേക്ക് ചെന്നതിന് ശേഷം എല്ലാവരും വേറെ റൂമുകളിലല്ലേ സ്റ്റേ ചെയ്യുന്നത്. പകൽ സമയത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കാം. ട്രാവലിംഗ് സമയത്ത് എല്ലാവർക്കും കൂടി സംസാരിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് പോയാലല്ലേ നന്നായിരിക്കും. ഇതെന്താ വർഷത്തിൽ 3 ട്രിപ്പ് പോകുന്നത് പോലെ വരത്തില്ല എന്ന് പറയുന്നേ? നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ പോകുന്നേ? സുഭാഷ് ഏട്ടാ പ്ലീസ് നമുക്ക് പോവാം. ഇത് കേട്ട് സുധീഷ് പറയണ, മാഡം പറഞ്ഞില്ലേ പോയി റെഡിയാക്, ഞാൻ ടയറിന് ഫ്യൂവൽ അടിച്ചിട്ട്
വണ്ടിക്ക് കാറ്റടിച്ചിട്ട് വരാം. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു, എന്ത് ടയറിന് ഫ്യൂവലോ? അപ്പൊ സുധീഷ് പറയണ, എടാ വണ്ടിക്ക് ഫ്യൂവൽ അടിച്ച് ടയറിന് കാറ്റടിച്ചിട്ട് വരാന്നാ പറഞ്ഞു. നിങ്ങൾ പോയി റെഡിയാക. നിധി നീ ഇപ്പോഴെങ്കിലും ഒന്ന് പാക്ക് ചെയ്യോ? സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, ഞാൻ പാക്ക് ചെയ്യപ്പം. ഇത് കേട്ട് സുധീഷ് പറയണ, എങ്കിൽ പിന്നെ അത് ചെയ്യും, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളും റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ സുധീഷ് അവിടെ നോക്കുമ്പോൾ നിധി പറയുന്നു, നികേഷ് പോടാ പോയി പാക്ക് ചെയ്യ്. ഓക്കെ എടുത്തിന്ന് പറഞ്ഞ നികേഷ് അകത്തേക്ക് പോകുമ്പോൾ നിധിയും അകത്തേക്ക് പോവുകയാണ്. എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് സുഭാഷ് വിഷമത്തോടുകൂടി ഹരീഷിനെ നോക്കുകയാണ്. ഹരീഷും മടിച്ചു നിൽക്കുന്നു. തുടർന്ന് എല്ലാവരും ബാഗൊക്കെ എടുത്ത് റെഡി ആകുകയാണ്. ഇതെന്താടാ ചെറിയ ബാഗ് എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ചെറിയ ബാഗായി പോയോ ഏട്ടത്തി? അപ്പൊ നിധി പറയണ, നമ്മൾ 2-3 ദിവസത്തേക്കല്ലേ പോകുന്നത്, അതിന് ഇത്രയും വലിയ ബാഗ് വേണോടാ? അപ്പൊ നികേഷ് പറയുന്നു, ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേ ഏട്ടത്തി, അതുകൊണ്ട് കുറച്ചധികം ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. അവിടേക്ക് വന്ന സുധീഷ് എല്ലാവരെയും നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ടയറിന് പെട്രോൾ അടിച്ചായിരുന്നു? ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? ബാഗ് അങ്ങോട്ട് മാറ്റി വെക്ക്, തട്ടി വീഴാനാണോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇത്? അപ്പൊ സുധീഷ് പറയണ, സോറി നിധി. നിധി ചോദിക്കുന്നു, മുഖം എന്താ ഇങ്ങനെ വീർത്തിവിട്ട് ഇരിക്കുന്നേ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി സുധീഷ് ഏട്ടൻ ദേഷ്യത്തിലാ, ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഇത് കേട്ട് ഹരീഷ് ചിരിക്കുമ്പോൾ സുധീഷ് പെട്രോൾ അടിച്ചോ എന്ന് ചോദിച്ച് അവിടേക്ക് വരികയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, പെട്രോൾ ഒക്കെ അടിച്ചു സുഭാഷ് ഏട്ടാ. അപ്പൊ നിധി പറയണ, അയ്യോ ഞാൻ ചാർജർ എടുക്കാൻ മറന്നുപോയി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ. അങ്ങനെ നിധി റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സുധീഷ് ഞങ്ങള് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, നീ തന്നെ പറ. നിധി പിടിവാശിയിലല്ലേ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് നിങ്ങൾ വരുന്നതിൽ സന്തോഷമൊക്കെ ഉള്ളൂ, പക്ഷെ അത് ഹണിമൂണിന് വേണ്ടാന്ന് വിചാരിച്ചു. ശരി അത് വിട്. നിധി പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും കൂടി ആദ്യമായിട്ടല്ലേ ഒരു യാത്ര പോകുന്നേ, പോകാം. ഈ സമയം ചാർജർ എടുത്തുകൊണ്ട് നിധി അവിടേക്ക് വരികയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ നൈറ്റ് ഡ്രൈവ് ഓക്കെ ആണോ? അപ്പൊ സുധീഷ് പറയണ, അത് കുഴപ്പമില്ല. അപ്പൊ സുഭാഷ് പറയുന്നു, ഹരീഷ് ഉണ്ടല്ലോ നിങ്ങൾ മാറി മാറി ഓടിച്ചാ മതി. അപ്പൊ സുഭാഷ് പറയുന്നു, ഹരീഷ് ഉണ്ടല്ലോ നിങ്ങൾ മാറി മാറി ഓടിച്ചാ മതി, വാ നമുക്ക് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. തുടർന്ന് നിധി ചോദിക്കുന്നു, അച്ഛൻ വരുന്നില്ലേ? അയാൾ എന്തിനാ വരുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, എങ്ങനെ സുധീഷ് അച്ഛനെ തടിച്ചാക്കിട്ട് പോകുന്നത്? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ തടിച്ചാക്കിട്ട് പോകാൻ. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി എല്ലാം എടുത്തു വെക്കാൻ നോക്ക്. പുറത്തിരിക്കുന്ന ആ ഭാസ്കറിന്റെ അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, കുടുംബമായിട്ട് ഹണിമൂണിന് പോകുന്നതിന് ഞാനും വരണോ? ഒന്ന് പോമോളെ. ഇത് കേട്ട് നിധി ചോദിക്കണ, അച്ഛൻ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ കൂടെ വാ. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാനങ്ങ് വരുന്നില്ല, എനിക്കെന്താ വേറെ ജോലിയില്ലേ? നിധി ചോദിക്കുന്നു, കള്ളു കുടിച്ചോ? ഇല്ലെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ചോദിക്കണ, കള്ളം പറയരുത്, കള്ളു കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നേ? ഭാസ്കരൻ പറയണ, സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പോലെ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ, ട്രിപ്പ് പോയിട്ട് എപ്പൊ തിരിച്ചു വരും? അതുവരെ എന്റെ ജീവി ഒന്ന് ഫ്രീ ആകുമല്ലോ, എപ്പൊ നോക്കിയാലും എന്റെ പിന്നാലെ നടന്ന ഓരോന്ന് ചോദിച്ചോണ്ടേ ഇരിക്കും. പിണക്കത്തോടുകൂടി നിധി പറയുന്നു, അച്ഛൻ വരണ്ട. അപ്പൊ ഭാസ്കരൻ പറയണ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞ, ഞാൻ വരുന്നില്ല എന്ന്. നികേഷും ഹരീഷും സുധീഷും ബാഗൊക്കെ കാറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ വരുന്നില്ലേ മോളെ? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടൻ തന്നെ ചോദിക്കും. അപ്പൊ സുഭാഷ് ചോദിക്കണ, അച്ഛാ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാ, അച്ഛൻ വരുന്നില്ലേ? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ വരുന്നില്ലടാ. അപ്പൊ സുഭാഷ് പറയണ, എങ്കിൽ പിന്നെ വീട് നന്നായി നോക്കണം. അപ്പൊ ഭാസ്കരൻ പറയണേ, എനിക്ക് അതിനൊന്നും പറ്റില്ല, നിങ്ങൾ പോയ ഉടനെ ഞാൻ വീടെടുത്ത് കടലിൽ കളയും. അപ്പൊ സുഭാഷ് പറയണ, എന്താ അച്ഛാ ഇങ്ങനെ? എന്തെങ്കിലും പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞൊന്ന് ശീലിക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ, എടാ ഞാൻ വണ്ടി എടുത്തോണ്ട് രാവിലെ പോയാൽ രാത്രിയാ വരുന്നത്, ഞാൻ പിന്നെ എങ്ങനെ വീട് നോക്കുക? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വീടിനെ നോക്കി ഇവിടെ തന്നെ ഇരിക്കണമെന്നോ? ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട് പൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പൊ ഭാസ്കരൻ പറയണ, തുറന്നിട്ടിട്ട് പോയാൽ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് സുഭാഷ് പറയണ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞെന്ന് ശീലിച്ചു തുടങ്ങച്ചാ, എല്ലാത്തിനും ഇങ്ങനെ തർക്കുത്തരം പറയാതെ. അപ്പൊ ഭാസ്കരൻ പറയണ, ഓ ശരി നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വീട് നോക്കിക്കോളാം. സുധീഷ് ഒക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ ഒന്ന് വാ, ഞാൻ ഇപ്പൊ വരാടാന്ന് പറഞ്ഞ സുഭാഷ് അകത്തേക്ക് പോയി ഗ്യാസ് ഓഫ് ചെയ്ത് പിൻവശത്തെ വാതില് പൂട്ടി നിധിയുടെ ബെഡ്റൂമും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന്റെ കീയിൽ ഒരു കീ ഇല്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഉണ്ട് മോളെ. അച്ഛാ ഇപ്പൊ ഞാൻ വീട് വെറുതെ അടച്ചിട്ടേ ഉള്ളൂ, പൂട്ടിയിട്ടേ എങ്ങോട്ടെങ്കിലും പോകാവൂ. അപ്പൊ നിധി പറയണ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിച്ച് ഗുളികയൊന്നും കഴിക്കാതിരിക്കരുത്, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കണം. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ശരി മോളെ, ഉത്തരവ്, ഞാൻ ഭക്ഷണവും ഗുളികയും ഒക്കെ കൃത്യസമയത്ത് കഴിച്ചോളാം, സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി അച്ഛാന്ന് പറഞ്ഞ് സുഭാഷ് നിധിയെയും കൂട്ടി കാറിലേക്ക് കയറുകയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സുധീഷ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന നിധിയെന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി മനസ്സിൽ പറയുകയാണ്, ഞാൻ എങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ച ട്രിപ്പ് ഇങ്ങനെ ആയല്ലോ. നിധി ചോദിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല. നിധി പുഞ്ചിരിച്ച് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ സുഭാഷ് പറയണ, മോളെ ആദ്യത്തെ പാട്ട് ഏതെങ്കിലും ദൈവത്തിന്റെ പാട്ടിട്, അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു ഭക്തിഗാനം പ്ലേ ചെയ്യുകയാണ് നിധി. സുധീഷ് മനസ്സിൽ പറയുന്നു, ഹണിമൂൺ ട്രിപ്പിന് ഭക്തിഗാനം, എല്ലാം എന്റെ സമയം. സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ നീ വണ്ടി എടുക്ക്. ആ വണ്ടി എടുക്കുവാണെന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഭാസ്കരൻ അവര് പോകുന്നത് നോക്കിയിരിക്കുന്നു. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്